Hello friends, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിഡ് ലൈൻ പേപ്പേഴ്സ് ആണ്. ജേർണൽ ഷീറ്റിലെ പേപ്പറുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ജേർണൽ വീഡിയോ ആയിട്ടൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും അത് കയറി കാണണം. അപ്പോൾ അതിന് വേണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് A4 ഷീറ്റ് കട്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അതുപോലത്തെ സ്കെച്ചുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ അടപ്പ് മാറ്റിയിട്ട് കാണും. സാരമില്ല, ഇടയ്ക്കൊക്കെ ഒരു മോഡലൊക്കെ വേണ്ടേ. ഞാൻ അവിടെ ഒരു കല്ല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രാഫ്റ്റ് സോൺ എഴുതി വെച്ചിട്ട് കല്ലായിരുന്നു അത് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് പോട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ A4 ഷീറ്റ് കട്ടാക്കിയതാണെന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഓരോന്നും നമുക്ക് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ യെല്ലോ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് ഞാൻ ഗ്രിഡ് ലൈൻ വരക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത ഗിവ് അവേ എപ്പോഴാണ് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ 500 സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് നമ്മൾ അടുത്ത ഗിവ് അവേ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിലേക്ക് ഒന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്ന് കേട്ടോ. പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അത്ര മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും ഇങ്ങനെ കൊടുക്കുക. ആദ്യം ഞാൻ എടുത്തിട്ടുള്ള കളർ പിങ്കാണ് കേട്ടോ. പിങ്ക് നമുക്ക് ഇതുപോലെയാണ് വരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസ് വിടാതെ വരക്കാം. ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് വരക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കണം. നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് കരുതിയതാണ് ഈ പിങ്ക് കേട്ടോ. 2 കളർ ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ ഇങ്ങനെ കിറ്റിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് നമുക്കിങ്ങനെ വരക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഞാൻ അടുത്ത കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് പിങ്ക് കൊടുത്തു, ബ്ലൂ കൊടുക്കണ കാണില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബ്ലൂ കഴിഞ്ഞു. ബാക്കിയുള്ള കളറൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാൻ കാണിക്കുന്ന കളറുകളൊക്കെയാണ്. വയലറ്റ്, ഡാർക്ക് ബ്ലൂ, ഓറഞ്ച്, ബ്രൗൺ, മറ്റേ സിമെൻറ്റും കളർ. ഞാൻ സിമെൻറ്റും കളർ പറയാം, സിൽവർ കളർ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ ഇതുപോലെ കളർ കൊടുത്തിട്ട് വരാം. ഇതുപോലെ തന്നെ എല്ലാതും കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അവസാനത്തതും കൊടുക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ തകഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത പേപ്പറും അതുപോലെ കട്ടാക്കാമെന്ന് കരുതി. ഇത്രയും സ്കെച്ച് ഉണ്ടായിരുന്നു ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സ്കെച്ചിനൊക്കെ പാകമായിരുന്നു പേപ്പർ. അപ്പോൾ നമ്മളങ്ങനെ ആദ്യം ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്തതാണ്. പിന്നെ അപ്പോൾ കട്ടാക്കിയെടുത്ത പീസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ കുറവുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ഒച്ചയ്ക്ക് വല്ല കേടുണ്ടോ എന്ന് ചോദിച്ചാൽ തൊണ്ടവേദനയാണ്, അതുകൊണ്ടാണ് അത്ര ഒന്നും ഒച്ചയില്ലാത്തത് കേട്ടോ, സൗണ്ട് ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ഇത്രയും കളർ ഇനി കൊടുത്തിട്ട് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവ് അവേയിൽ പോയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പേര് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ കാട്ടിയ പോലെ തന്നെ പൊട്ടത്തരം കാട്ടിയിട്ടുണ്ടായിരുന്നു ഈ വരുതിനും. ഏത് സ്കെച്ച് പറഞ്ഞാൽ നമ്മളെ പെൻസിൽ പോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുക. മറ്റേതൊരു മാർക്കർ പോലെ ഫുള്ളായിട്ട് വരുന്ന ഒരു സ്കെച്ചായിരുന്നു. ഇത് തുള്ളിച്ചതിനുള്ളിൽ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാതും അങ്ങനെ കൊടുക്കുക. അടുപ്പിച്ച് കൊടുക്കുമ്പോൾ ചിലത് ഇങ്ങനെ കട്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ബ്രൗണ്, ഇത് കണ്ട ഡാർക്ക് ബ്രൗൺ പോലെ തോന്നുന്നത് ഇത് ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ. ഇങ്ങനെ പച്ച ചെയ്തോളൂ. അങ്ങനെ അടുത്ത കളർ എല്ലാ കളറും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പീച്ചാണ്, കളർ മനസ്സിലാവുന്നില്ല അല്ലേ. പീച്ച് കളറാണ്. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്ത് വരാം. ഗ്രീൻ, ഡാർക്ക് പിങ്ക്, അങ്ങനെ ബ്രൗൺ, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ചാണ്, ബ്ലൂ, ബ്രൗൺ, യെല്ലോ, അങ്ങനെയൊക്കെ കുറച്ച് കളർ. ബാക്കി 3-4 പീസുകൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമുക്ക് 2 കളറൊക്കെ ഒന്ന് ചെയ്തിട്ട് ഗ്രില്ലേറ്റ് ഉണ്ടാക്കാമെന്ന്, ഒരു മോഡലായിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് യെല്ലോയും ഓറഞ്ചും, പിങ്കും ഡാർക്ക് പിങ്കും, പിന്നെ അതേപോലെ ഗ്രീനും ഡാർക്ക് ഗ്രീനും, പിന്നെ ബ്രൗണ് പറഞ്ഞല്ലോ അല്ലേ. അത് ആദ്യം തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കളർ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. സാരമല്ല, കാണണമൊക്കെ ഉണ്ട്. എനിക്ക് നേരെ കണ്ട് വീഡിയോയിൽ കാണാതെ കേടായിരിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ എല്ലാതും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊടുക്കുക. എനിക്ക് ഇഷ്ടമായിട്ടോ. അത് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, ഈ കളർ കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ലേ. എനിക്ക് നല്ല പറ്റി. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു. അങ്ങനെ എല്ലാതും നമുക്ക് കൊടുക്കുക.
അടുത്ത കളർ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ്. അടുത്തത് പിങ്കും ഡാർക്ക് പിങ്കും ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ വരെയും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാനാണ് മറ്റേതിൻ്റെ കളർ ഭംഗി തോന്നിയത്. അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇനി ലോങ് വീഡിയോ ഇടാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാപ്പ് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക. ഇട്ടിട്ടില്ല, ഇട്ടാൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മളൊരു പെൻ ഹോൾഡറും ഫ്ലവർ ഹോൾഡറും ആക്കാൻ പറ്റിയൊരു സംഭവമുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട. നമ്മളെ 500 സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് നമ്മൾ ഗിവ് വേ കേട്ടോ. 100 സബ്സ്ക്രൈബിൻ്റെ ഗിവ് വേക്കുള്ള ആൾക്കാരൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തു. ആൾക്കാരൊക്കെ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത കളറും അതുപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ ഞാനിതുപോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 കളർ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യാനാണ് കാണാൻ ഒന്നുകൂടി ഭംഗി തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്ത സംഭവങ്ങൾ നേരത്തെ ചെയ്തതൊക്കെ കാണിച്ചു തരാം. നേരത്തെ ചെയ്തതുള്ളതാ യെല്ലോ. നീ കളറൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. അപ്പോൾ ബ്ലാക്ക് എന്താ ചെയ്യാത്ത ചോദിച്ചാൽ ബ്ലാക്ക് ചെയ്യാൻ മറന്നു പോയതാണ് ഗൈസ്. ബ്ലാക്ക് ഇല്ലാഞ്ഞിട്ടൊന്നല്ല, ചെയ്യാൻ മറന്നു പോയതാണ്, ക്ഷമിക്കുക. അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവേയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പീച്ചാണ് ആ കളറ്, മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റും ചെയ്യുക. ഈ ഗ്രിഡ് ലൈറ്റ്സൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നേരത്തെ കാണിച്ചു തന്നത് മറ്റേ പെൻസിൽ കളർ പോലത്തെ ഒരു സ്കെച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇത് നമ്മൾ മറ്റേ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് എടുത്തേക്കാം. ജേണൽ സെറ്റിൻ്റെ ഫുൾ വീഡിയോ ആണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളെ ഗ്രില്ലിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാതും ഒന്നും തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ഗിവ് വേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.